എന്താ സുമിത്രേ? എന്താ നന്ദേട്ടാ, ആ സിത്താര വന്നിരുന്നു. നവീൻ അവരുടെ മോളെ കടത്തിക്കൊണ്ടു പോയിട്ട് ബോധപൂർവ്വം ഇവിടെ വന്ന് കിടക്കുകയാണെന്ന് അവര് പറഞ്ഞത്. എന്താ ഇവരിങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാതെ സംസാരിക്കാന്നൊക്കെ വെച്ച? നവീനും ഗാഥയുമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് നമുക്കൊന്ന് ആലോചിക്കണം. സുമിത്രേ, അതെ നന്ദേട്ടാ, ഈ ബന്ധം ഇനി ശരിയാവില്ല. ഒരു കള്ളനെ പോലെയാ നമ്മുടെ മോനെ ആ സിത്താര കാണുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബവുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. ആ നമുക്ക് ആലോചിക്കാം. അമ്മയോട് കൂടി പറയാതെ പറ്റില്ലല്ലോ. അച്ഛൻ വേഗം എന്താ? സാർ തളർന്നു വീണു, ബോധമില്ല. മോനെ, മോനെ, നവീൻ, മോനെ, നവീൻ, സാറേ, മോനെ കണ്ണു തുറക്ക്. മോനെ, നവീൻ. നന്ദേട്ടാ, മോനെ, നവീൻ. മോനെ എന്താ പറ്റിയേ? നവീൻ, മോനെ, മോനെ നവീൻ, നന്ദേട്ടാ ഇവൻ എന്താ? മോനെ, നവീൻ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങ, ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ, എന്റെ മോൻ പ്ലീസ്, ഇവരൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. മോനെ, സുമിത്രേ, ഇങ്ങോട്ട് വാ. നന്ദേട്ടാ മോൻ. വാ, പറട്ടെ. നന്ദേട്ടാ, നമ്മുടെ മോൻ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ, ഡോക്ടർ നോക്കട്ടെ. ഹലോ, ഞാൻ കളരിക്കൽ നന്ദഗോപാല. ഓ പറയണം സാറേ. അന്ന് സർപ്പക്കാലം തീർക്കാൻ വന്ന ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്തായി? കുട്ടിയെ കണ്ടെത്തിയോ? ഇല്ല സാറേ, അവര് രണ്ടുപേരും ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇവിടെ കാര്യങ്ങൾ കുറച്ച് വഷളാ. ആ കുട്ടി തിരിച്ചെത്താതെ എൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ അമ്മയുടെ നമ്പർ ഒന്ന് എനിക്ക് തരൂ. ഞാൻ അങ്ങോട്ട് അയച്ചു തരാം സാറേ. ശരി. ആശുപത്രിയിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നവീന്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. കൂടെ കൂടെ ബോധം വരുന്നു പോകുന്നു, അങ്ങനെ പറഞ്ഞത്. ഇനി വല്ല മാറാരോഗമോ മറ്റോ ആണോ? അതൊന്നും ആയിരിക്കില്ല. പോലീസുകാർ പിടിച്ചോണ്ട് പോയതിന്റെ ടെൻഷനാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ മോളെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞു. എന്താ? ആ ഗാഥയുടെ അമ്മ സിത്താര ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. സുമിത്രയായിട്ട് പൊരിഞ്ഞ വഴക്കായിരുന്നു. അളിയൻ ചെന്നപ്പോ സുമിത്ര അളിയനോട് പറഞ്ഞെന്താണെന്നറിയാവോ? ഗാഥയും നവീനും തമ്മിലുള്ള ബന്ധം ഇനി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയില്ലെന്ന്. സത്യമാണോ? അങ്ങനെ ആ കല്യാണം അങ്ങ് മുടങ്ങിക്കഴിഞ്ഞ പിന്നെ മോളെ കുറിച്ച് മാത്രമല്ലേ അവർക്ക് ചിന്തിക്കാനാവൂ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. How do you feel now? Okay. ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ടാവും. അല്പം കൂടി ഉറങ്ങും. ഒരാൾ അടുത്തിരുന്നോട്ടെ. ഓക്കെ മാഡം. ഓക്കെ ഡോക്ടർ, എങ്ങനെയുണ്ട് എന്റെ മോന്? ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. അതനുസരിച്ച് നവീന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ തളർച്ചയുടെയും ശരീരത്തിലുള്ള പാടുകളുടെയും കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ ചെക്കപ്പുകൾ എന്തെങ്കിലും? നാളെ ന്യൂറോ സർജൻ വരുന്നുണ്ട്. അദ്ദേഹം ഒന്ന് വന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനുശേഷം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ആളുടെ ജീവൻ ആപത്തൊന്നുമില്ല. എന്തൊരു കഷ്ടമായത്. ഡോക്ടർമാർക്ക് പോലും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാലും. സുമിത്രേ, നീ മോൻ്റെ അടുത്ത് പോയിരിക്കേ.
അച്ഛാ, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറുന്നല്ലേ നല്ലത്. അതൊന്നും വേണ്ട. മോനെ നവീനെ എങ്ങനെയുണ്ട് അമ്മേ, മോനെ? ഇതേച്ചി സുനന്ദ അതിങ്ങെടുത്തേ. എടുക്കണ്ടേച്ചി, കൂടുതൽ സംസാരിക്കണ്ട. എടുക്കാണ്ട് പറ്റുമോ? അമളോ ഗോപാലനോ ആണെങ്കിലോ? നീ ഇത് പിടിച്ചേ. ഹലോ, കൃഷ്ണയുടെ അമ്മയല്ലേ? ആ അതെ. എൻ്റെ പേര് നന്ദഗോപാല്. കളരിക്കൽ തറവാട്ടിലെയാ. മുമ്പ് കൃഷ്ണ തറവാട്ടിലൊരു സർപ്പകാലത്തിന് വന്നിരുന്നു. അറിയാം. എൻ്റെ മകൻ സർപ്പശാപം കൊണ്ട് ബുദ്ധിമുട്ടുക. അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്നാ പൂജാരി പറഞ്ഞേക്കുന്നത്. കൃഷ്ണമോളൊന്ന് വന്നിരുന്നെങ്കിൽ കൃഷ്ണമോള് വന്ന് പരിഹാരം ചെയ്താൽ മാത്രമേ എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റൂന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോൾക്ക് അങ്ങനെയുള്ള സിദ്ധിയൊന്നുമില്ല. അതൊക്കെ വെറുതെ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അപേക്ഷ. തള്ളിക്കളയരുത്. മകളെ ഒന്ന് ഇവിടം വരെ അയക്കണം. ഒരാളുടെ അസുഖത്തിന്റെ കാര്യമാവുമ്പോ അത് മാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്റെ മോള് എൻ്റെ അടുത്തില്ല. അറിയാം. സുരേന്ദ്രനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, എപ്പോഴാ മോള് വരിക? എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴാണോ എന്റെ മോൾ എന്നെ വിളിക്കുന്നേ അപ്പൊ ഞാൻ അവളോട് കാര്യം പറയാം. അങ്ങോട്ട് വരാനും പറയാം. മതി. എന്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളുടെ മോൾക്കേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് കൃഷ്ണമോളിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്താ. ഞാൻ വിടാന്ന് പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ അയക്കാം. ആ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്താ തങ്കേച്ചി? ആരുടെ ജീവൻ രക്ഷിക്കാൻ മോള് ചെന്നാലേ പറ്റുള്ളൂ എന്നാ പറയുന്നേ. അവളെ ജീവനോട് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ട് വേണ്ടേ? ഹലോ ജയ, നിങ്ങൾ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണം. എന്നിട്ട് കാട്ടിലേക്ക് കയറിക്കും. അവളെ അവിടെ വെച്ച് തീർക്കണം. ആരും ഒരു തെളിവും കണ്ടെത്താൻ പാടില്ല. ഒന്നുകിൽ ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിയ, അല്ലെങ്കിൽ കാട്ടിലിട്ട് കത്തിച്ചേക്ക്. ശരി ചേച്ചി. ഒരു കാരണവശാലും നമ്മളിതില് പരാജയപ്പെടരുത്. എല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാൻ ചേച്ചി. ഇവള് ചത്തത് കുട്ടനാട്ടുകാർ മുഴുവൻ അറിയണം. കാശിനു വേണ്ടി സുന്ദരിയെ തേടി നടക്കുന്ന സകലരും അറിയണം. ഒരുത്തനും പിന്നെ സുന്ദരിയെ തേടി നടക്കരുത്. സുന്ദരിയെ തേടി വരാൻ കാലും അനങ്ങരുത്. ശരി ചേച്ചി. ഇവിടെ പിടിച്ച് വണ്ടി കേട്ടാ. ചോദ്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. വർത്താനൊന്നും വേണ്ട. ഇങ്ങോട്ട് നോട്ടാക്കാൻ ഇങ്ങോട്ട് നോട്ടക്കടി ഇങ്ങോട്ട്. അവർക്ക് അവരുടെ മകനെ കുറിച്ച് സംസാരിക്കാം, എന്നോട് പൊട്ടിത്തെറിക്കാം. പക്ഷേ എന്റെ മകളെ കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. രാത്രി ഈ നേരമായി. എന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അന്വേഷിക്കുന്ന പോലീസുകാർ കൂടെ അറിയില്ല. എന്നാ അതിനെക്കുറിച്ചൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടെ തയ്യാറായില്ല. എന്നിട്ട് എന്റെ മുമ്പിൽ അവന്റെ അമ്മ സ്നേഹം വിളമ്പുന്നു. എനിക്കൊരു മനസ്സില്ലേ? അവരവരുടെ മകനെ താലോലിച്ചതിന്റെ 1000 ഇരട്ടി താലോലിച്ച ഞാൻ എന്റെ മോളെ വളർത്തി. വിടില്ല, ഞാൻ ഒരുത്തനെ വെറുതെ വിടില്ല. മാഡം ഒന്ന് ശാന്തായിട്ട്.
എങ്ങനെ ശാന്തമാകാനായിട്ടാ? എങ്ങനെയാണെന്ന് പറയുകയും ഇത്ര നേരം സാധാരണ കൂട്ടുകാരുടെ കൂടെ പോകുന്ന പോലെ, അല്ലെങ്കിൽ അവൾ സാധാരണ തരുന്ന സർപ്രൈസ് പോലെ അങ്ങനെയൊക്കെ കരുതി മനസ്സിന്റെ ഒരു വശത്ത് സമാധാനം കൂട്ടുകൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ ഇത്ര രാത്രിയായിട്ടും എനിക്കറിയില്ല സിനി, എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. പുറമേ ധൈര്യം കാണിക്കുമ്പോഴും എനിക്ക് പുള്ളി പേടി തോന്നുവാ. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും സിത്താര ജീവനോടെ ഉണ്ടാവില്ല. എന്റെ നാഗദൈവങ്ങളെ, കുഞ്ഞുനാള് മുതൽ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കുകയും നിങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നവൾ എൻ്റെ മോള്. എൻ്റെ മോളെ കൈവിടല്ലേ. ഒരപകടമില്ലാതെ എൻ്റെ മോളെ തിരിച്ചു തരണേ. എൻ്റെ മോള് തിരിച്ചു വന്ന അടുത്ത വർഷം എൻ്റെ വീട്ടിൽ സർപ്പക്കളം നടത്തി നാഗദൈവങ്ങളെ സന്തോഷിപ്പിച്ചോളാം. അഥവാ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എന്റെ ജീവൻ എടുക്കാനുള്ള കരുണയെങ്കിലും കാണിക്കണേ. ഹലോ മാഡം, എക്സ്ക്യൂസുകൾ എന്തെങ്കിലും പറയാനാണെങ്കിൽ വിളിക്കണമെന്നില്ല. മാഡത്തിന്റെ മകളുടെ കാര്യത്തിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്താ? പൂർണ്ണമായും വിശ്വസിക്കാവോന്നറിയില്ല. ദൃക്സാക്ഷികളുടെ മൊഴി പ്രകാരം മാഡത്തിന്റെ മകളെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടിയും കൊണ്ട് കാട്ടിലേക്ക് ഒരു സംഘം പോയതായി അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കാട്ടിനുള്ളിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട് മാഡം. കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഏത് കാട്ടിലേക്കാ? കൂമൻ കാട്ടിലേക്കാണെന്ന് തോന്നുന്നത്. ഞാൻ വരാം. സിനി, എന്താ മാഡം? ഒരു പെൺകുട്ടിയും കൊണ്ട് കൂമൻ കാട്ടിലേക്ക് ഒരു സംഘം കയറി പോയിട്ടുണ്ടെന്ന്. അത് ഗാഥയാണെന്ന് ആരോ ഒരാൾ സംശയം പറഞ്ഞെന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് ചെല്ലാം. സിനി, പോലീസുകാർ അവരുടെ അന്വേഷണം നടത്തിക്കോട്ടെ. നമുക്ക് തിരക്കാവുന്ന രീതിയിൽ നമുക്കും തിരക്കാം. ബാ. വൈകുന്നേരം ചെക്കിംഗ് ആണല്ലോ, ഇനി എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. തൽക്കാലം വേറെ മാർഗമൊന്നുമില്ല. എങ്ങോട്ടാടാ? ഉച്ചിമലയിലേക്ക് സാറേ. ഈ രാത്രി ഉച്ചിമലയിൽ നിനക്കൊക്കെ എന്താ പരിപാടി? മാമൻ അവിടെ ഒരു കടയുണ്ട്, സാധനങ്ങൾ എടുക്കാൻ പോയിരുന്ന. അടിക്കും തുറക്ക്. ഒന്ന് ചെല്ലടാ, ഇറങ്ങിച്ചത് തുറന്നു കൊടുക്കും. ചാക്കുകെട്ടിലെ ആളാനൊക്കെ അവർ കണ്ടാലേ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. നീ എങ്ങനെയെങ്കിലും എത്തിയേക്കണം. തുറക്ക്. എന്താ ഇതില്? കുറച്ച് പലചരക്കും പച്ചക്കറിയാണ് സാർ.
എന്തായാലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല സർ, വണ്ടികളെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കാട്ടിനകത്തേക്ക് ഈ വഴി മാത്രമല്ലേ ഉള്ളൂ? വേറൊരു വഴി ഉണ്ടായിരുന്നു സാർ, അതിപ്പോ മൂടി കിടക്കുക. നേരം വെളുക്കും വരെ നിങ്ങൾ ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? ഓക്കേ, സർ. ഓക്കെ, താനൊന്നിങ്ങ് വന്നേ. ആ വണ്ടി വിട്ടേക്ക്. ആ പോട്ടെ പോട്ടെ. പെട്ടെന്ന് കയറ്, വണ്ടിയെടുത്ത്. മാഡം, ഈ പെട്രോളിങ്ങിന് മറികടന്ന് ആർക്കും ഈ കാട്ടിനകത്തേക്ക് പോകാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. സമയം മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ എക്സ്ക്യൂസുകൾ ഇങ്ങനെ മാറി മാറി വരുമെന്ന് എനിക്കറിയാം. ACPയുടെ നിർദ്ദേശം അറിയാലോ സാറിന്. അതിനു മുകളിൽ നിന്ന് എനിക്ക് ആരെ കൊണ്ട് വിളിപ്പിക്കേണ്ടി വരരുത്. ചേച്ചി, ചേച്ചി, ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭരതനാ, ഓർമ്മയില്ലേ? സിത്താര മേഡത്തിന്റെ വീട്ടില് പത്രം ഇട്ടുകൊണ്ടിരുന്ന ഭരതൻ. ഇവിടെ സ്ഥിരം ഞാനാ വിളക്കെത്തിക്കാൻ വരുന്നത്. എന്താ ഗുരുത്വം നോക്കിയേ. അതുകൊണ്ടല്ലേ എനിക്ക് ചേച്ചി ഇപ്പൊ കാണാൻ പറ്റിയേ. ചേച്ചി ഇപ്പൊ വീണ്ടും സിറ്റിയിലേക്ക് തിരിച്ചു വന്നു. മേഡത്തിന്റെ കൂടെ തന്നെയാണോ ഇപ്പോഴും? അല്ല, വല്ലപ്പോഴും ഒരിക്കൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ചായയൊക്കെ കിട്ടുമായിരുന്നല്ലോ. സത്യം പറഞ്ഞ അന്ന് കുടിച്ച ആ ചായയുടെ രുചി ഇന്ന് വരെ എന്റെ നാവിന്ന് പോയിട്ടില്ല. അല്ല, ചേച്ചി ഇപ്പോ ഇവിടെ എങ്ങനെ വന്നേ? ഞാൻ എന്റെ മോളെ കാണാതായിട്ട് അന്വേഷിച്ചു വന്നതാ. മോളെ കാണാതായിരുന്നോ? എന്തു പറ്റി? വണ്ടി നിർത്തി. നിങ്ങൾ എവിടുന്ന വരുന്നേ? സാറേ, കട പൂട്ടി വരുന്ന വഴിയാ. എന്ത് കട? കാട് കാണാൻ വരുന്നവർക്ക് നാരങ്ങ വെള്ള സോഡയൊക്കെ കൊടുക്കുന്ന കടയാ. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും വണ്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. ആ ഉണ്ട് സാറേ. സംശയം തോന്നുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും വണ്ടികൾ വരികയോ നിർത്തിയിടുകയോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആ അതെ സാർ, ഒരു വണ്ടി ഇന്നലെ മുതൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അത് 2-3 സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നാരും പുറത്തിറങ്ങിയില്ല. ആ വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല, നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല സാറേ. ഇത്തിരി മുമ്പ് ആ വണ്ടി ഇതിലെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. സാറേ, സത്യം പറഞ്ഞാൽ അവന്മാർ ഞങ്ങൾ ഇടിച്ചിട്ടിച്ച് പോകേണ്ടതായിരുന്നു. അമ്മാതിരി പോക്കല്ലേ അവന്മാർ പോയേ. ഇവിടുന്ന് അങ്ങോട്ട് പോയ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടോ? ആ ഉണ്ട് സാറേ. ഇവിടുന്ന് 4ാമത്തെ വളവ് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് പഴയൊരു ഫാക്ടറി ഉണ്ട്. ആ, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. കാടിന്റെ അതിർത്തിയിൽ പോലീസുകാരുണ്ട്. അവരുടെ അടുത്ത് മേൽവിലാസവും ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഓ ചെല്. മാഡം, അവരിപ്പോഴും നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഫാക്ടറി എത്തണം. പ്ലീസ് കം. കണ്ടിരുന്നു. Come on.